യഥാർത്ഥത്തിൽ ആ ഹദീസ് കൂടിയില്ലായിരുന്നെങ്കിൽ ഒരു ദുർബല ഹദീസിന്റെ പിൻബലം പോലും വിസ്റ്റംകാർക്ക് ഉണ്ടാകുമായിരുന്നില്ല. യാ ഇബാദല്ലാഹ് എന്ന ദുർബലമായ ഹദീസ് നമുക്കറിയാം. ഷാർജയിൽ വെച്ചുകൊണ്ട് ഹുസൈൻ സലഫി പറഞ്ഞത് അത് വാറോലയാണ് എന്ന് പറഞ്ഞ ഹദീസാണ്, പടച്ചുണ്ടാക്കിയ ഹദീസ് എന്നാണ്. അഹമ്മദ് ബിൻ ഹംബൽ വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത് അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ മനുഷ്യന്മാർ പെട്ടുപോയാൽ ആരെങ്കിലും വണ്ടി വരുമോ എന്ന് വിളിക്കുന്ന അർത്ഥത്തിലേ ഉള്ളൂ, അല്ലാതെ ഒരു ജിന്നിനെയുമല്ല അല്ലെങ്കിൽ മരിച്ചവരെയല്ല എന്ന രൂപത്തിലൊക്കെ വിശദീകരിച്ചതാണത്. പക്ഷേ പിന്നീട് വന്ന ആളുകൾ, ഞാൻ ജിദ്ദ മുഖാമുഖത്തിൽ ആദ്യത്തെ മുഖാമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ 200 കൊല്ലങ്ങൾക്ക് ഇപ്പുറമുള്ള ആളുകൾ പറഞ്ഞൊരു മറുപടി ഇവർ വാദമാക്കുകയാണ് ചെയ്തത്. ആ ദുർബല ഹദീസിന്റെ മറുപടിയെ വാദമാക്കി. ഇപ്പോഴും അവസാനവും ജിദ്ദയിൽ വെച്ചിട്ട് ഫൈസൽ മുസ്ലിയാരോട് ഒരാൾ ചോദിച്ചിട്ട് ഫൈസൽ മുസ്ലിയാർ ഇങ്ങനെ പരിഹാസ രൂപേണ പറഞ്ഞു പോകുന്നുണ്ട്. എന്ത്? മറുപടി വാദമല്ല എന്ന് പറഞ്ഞു. മറുപടി വാദമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്ന മറുപടിയൊക്കെ വാദമാണെന്നല്ലേ എൻ്റെ അർത്ഥം? വിസ്റ്റം വിഭാഗം പറയുന്ന മറുപടിയൊക്കെ അവരുടെ വാദമാണെന്നല്ലേ അർത്ഥം? അതുകൊണ്ട് അവരോട് ചോദിക്കാൻ നമുക്ക് ധൈര്യസമയത്ത് അവിടെ നേരത്തെ ചോദിച്ചില്ലേ, സഹീർ അൻസാരി ചോദിച്ചില്ലേ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന് 200 കൊല്ലത്തെ പണ്ഡിതന്മാർ പറഞ്ഞ മുഴുവൻ മറുപടികളും വേണ്ട, ഈ വിസ്റ്റം വിഭാഗം പറഞ്ഞ മറുപടികൾ അവരുടെ വാദമാണ് എന്ന് ഒരു ലെറ്റർ ഹെഡിൽ എഴുതിത്തരാൻ നട്ടലുള്ള ഏതെങ്കിലും വിസ്റ്റംകാരനുണ്ടോ? നിങ്ങളുടെ മറുപടിയൊക്കെ വാദമല്ലേ? നിങ്ങളുടെ മറുപടികളൊക്കെ വാദമല്ലേ? അങ്ങനെയെങ്കിൽ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിന് നിങ്ങൾ നൽകിയ മറുപടികൾ മുഴുവനും നിങ്ങളുടെ വാദമാണ് എന്ന് എഴുതി നിങ്ങൾ ലെറ്റർ ഹെഡിൽ പ്രസിദ്ധീകരിക്കാൻ അതിന്റെ പണ്ഡിത സഭക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ നാട്ടുകാരെ കബളിപ്പിക്കണ പോലെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കരുത്. നിങ്ങളുടെ മുന്നിരിക്കുന്ന സാധുക്കളെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ കൊരക്ക് ഞങ്ങൾ പിടിക്കും. അതല്ല, നിങ്ങൾ ഈ പരിഹസിച്ച് നടക്കുന്നത് ആത്മാർത്ഥമായ പരിഹാസമാണെങ്കിൽ നിങ്ങൾ ലെറ്റർ ഹെഡ് എടുക്കുന്ന എഴുത്. അറബികളെ പറ്റിക്കാൻ നിങ്ങൾ ലെറ്റർ ഹെഡ് എടുത്തെഴുതിയല്ലോ, വ്യാജവാദം എഴുതി ഒപ്പിട്ടല്ലോ. കോഴിച്ചെനയിൽ ഗായിബ് എന്ന് എഴുതിയത് അറബിക്ക് ഹാദിർ എന്ന് എഴുതി കൊടുത്തില്ലേ? അങ്ങനെ അറബികളെ പറ്റിക്കാൻ നിങ്ങൾ ലെറ്റർ ഹെഡ് എടുത്തില്ലേ? അതുപോലെ നിങ്ങൾ ലെറ്റർ ഹെഡ് എടുത്തെന്ന് എഴുതുവോ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ദുർബല ഹദീസിന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ മറുപടികളാണ് ഞങ്ങളുടെ വാദം എന്ന് എഴുതാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുത്. പരിഹസിക്കാൻ ഏതൊരാൾക്കും കഴിയും, റോഡുമേ നടക്കണ ആർക്കും കഴിയും. നിങ്ങൾ നട്ടലുള്ളവരാണെങ്കിൽ എഴുതി പ്രസിദ്ധീകരിക്കുക. യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചത് ഈ ദുർബല ഹദീസാണ് ഇവരുടെ അഖീദ. അതിന് പറഞ്ഞ മറുപടിയാണ് ഇവരുടെ അഖീദ. ആകെയുള്ളൊരു പിടിവള്ളിയാണത്. പിന്നെ ഒരു ആയത്താണ്, ആയത്ത് ദുർവ്യാഖ്യാനിച്ചതുമാണ്. ഒരു ഹദീസ് ഉണ്ട്, അത് വൈഫുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഒരു സംഘം ആളുകളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആ നേരായ വഴിയിൽ നിന്ന് തെറ്റിച്ചിവർ കൊണ്ടുപോവുകയാണ്, അതും ഈ ജിന്നിൻ്റെ പേരിൽ. യഥാർത്ഥത്തിൽ ഈ ഹദീസ് മുസ്ലിം ലോകം മാറ്റിവെച്ച ഹദീസാണ്. നാളിതുവരെ ഇത് തെളിവായി കൊണ്ടുവന്നത് ഖുബൂരികളായ ആളുകളാണ്, മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായി അവതരിപ്പിച്ചു കൊണ്ടുവന്നവരാണ്. അതിലാകട്ടെ ഉള്ളത് യാ അല്ലാഹ് എന്നല്ല, യാ അല്ലാഹ് എന്നല്ല. മുജാഹിദുകൾ ജീവിച്ചത് യാ അല്ലാഹ് എന്ന് പറയാനും ജനങ്ങൾക്കത് പഠിപ്പിക്കാനും ജനങ്ങളെ കൊണ്ടത് വിളിപ്പിക്കാനുമാണ്. ദുർബല ഹദീസിലുള്ളത് യാ അല്ലാഹ് എന്നല്ല, യാ ഇബാദല്ലാഹ് എന്നാ. അതുകൊണ്ടാണ് ജിന്ന്, ആ ജിന്ന് ഇവിടെ ഉണ്ട് എന്ന് കരുതി അവിടെ ഉണ്ടാകുന്ന ജിന്നിൻ്റെ ശബ്ദപരിധിയിൽ ഉള്ള ആ ഒരവസ്ഥയിലാക്കി കൊണ്ടുവന്ന് അതിനെ ഭൗതികമാക്കി, അതിന് കൊടുത്ത കഴിവുണ്ട് എന്നാക്കി, മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുബൂരികളായ ആളുകൾ എന്തൊക്കെ ന്യായം പറയും അതൊക്കെ നിരത്തി അതിനെ സ്ഥാപിച്ചു കൊണ്ടുവരികയാണ്. അല്ലാഹ് മാത്രമാണ് അഭൗതികം. മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കല്ലാത്തൊരു ചോദ്യം കല്ലിനോട് ചോദിച്ചാലും ശിർക്കല്ല, മരത്തോട് ചോദിച്ചാലും ശിർക്കല്ല, ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ല. മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കല്ലാത്തൊരു ചോദ്യം ആരോട് ചോദിച്ചാലും ശിർക്കല്ല. എന്തൊക്കെ ഉസൂലുകളാണ് ഉണ്ടാക്കിയത്, എന്തെല്ലാം അപകടകരമായ വാദഗതികളാണ് ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഷാർജയിൽ അന്ന് ഹുസൈൻ സലഫി പറഞ്ഞ മറുപടിയാണ് അതിന് ആപ്റ്റായ മറുപടി. അത് വാറോലയാണ്. ഇനി അത് സ്വഹിയാണെന്ന് എന്നാൽ തന്നെ വിജനമായ പ്രദേശത്തുള്ള ഏതെങ്കിലും മനുഷ്യന്മാർ കേട്ടോട്ടെന്ന് വിചാരിച്ച് വണ്ടി വരുമോ എന്നുള്ള അർത്ഥത്തിൽ മാത്രമുള്ള വിളിയാണ്. ഇനി കുബൂരികൾക്ക് മറുപടി പറയുകയാണെങ്കിൽ അവർ മരിച്ചവർ വിളിക്കാൻ തെളിവാക്കുമ്പോൾ മരിച്ചവരിന്ന് എങ്ങനെ വന്നാലും അതിൽ നിന്ന് കിട്ടൂല. കാരണം ലാ നറാഹും, അവരെ കാണൂല എന്ന പ്രയോഗം അതിലുള്ളത് കൊണ്ട്
അത് ജിന്നോ മലക്കോ ആയിരിക്കും. മരിച്ചവർ വിളിക്കാൻ തെളിവല്ല. അപ്പൊ ജിന്നോ മലക്കോ ആയിരിക്കും എന്ന് കിട്ടിയില്ലേ, ആയിക്കോട്ടെ. അപ്പൊ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ദുർബല ഹദീസാ. ദുർബല ഹദീസിൽ നിന്ന് അക്കീദ എടുക്കാൻ പറ്റില്ല. ജിന്നും മലക്കും ഗൈബായ വിഷയമാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ല അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഖുർആൻ തുടങ്ങുന്നത് തന്നെ അത് പറയുന്നുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. ഗൈബിൽ വിശ്വസിക്കുന്നവരാണവർ. ഗൈബ് എന്ന് പറഞ്ഞാൽ സയൻസിന് അപ്രാപ്യമായത്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമായത്, വഹയിലൂടെ മാത്രം കിട്ടുന്നത്, അതിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ വഹി വേണം, കൃത്യമായ ദലീൽ വേണം. ജിന്നുകളെ വിളിക്കാൻ ആയത്തുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഹദീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇവർ ഈ കിടന്ന് മറിയേണ്ട മറിച്ചൊന്നുമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, KNM തോൽപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. നിങ്ങളുടെ വാദത്തിനൊരു ആയത്തുണ്ടെങ്കിൽ ആയത്തോതുക, ഒരായത്ത് വേണ്ട, അര ആയത്തുണ്ടെങ്കിൽ അര ആയത്തോതുക. സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് പറയുക, അല്ലെങ്കിൽ അര ഹദീസ് ഉണ്ടെങ്കിൽ ആ അര ഹദീസ് പറഞ്ഞ അന്ന് KNM മുട്ടുമടക്കും നിങ്ങളുടെ മുന്നിൽ. സമയന വാത്തന, ഞങ്ങളത് അനുസരിക്കും. ആയത്തും ഹദീസും ഇല്ല, വാറോലകളും കോപ്പറാട്ടികളും സെറ്റപ്പൊക്കെ കാണിച്ചിട്ടാണെങ്കിൽ ആ സെറ്റപ്പൊന്നും ഇങ്ങോട്ട് ഓടൂല. ഇത് വിശ്വാസികളുടെ സംഘമാണ്, ഇത് സലഫി സംഘമാണ്. ഇവിടെ തെളിവ് വേണം, ദലീല് വേണം, ഖുർആൻ വേണം, സുന്നത്ത് വേണം. പെപ്സിക്കായത്തും അതേപോലെ ആകാൻ പാടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. നമുക്ക് അതിനെ തോൽപ്പിക്കാൻ ഇന്ന് ഈ പറയുന്ന വിസ്റ്റം കൂട്ടത്തിൽ ഒരുത്തനും നട്ടല്ലോടെ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അത് നമ്മുടെ ആർജവമാണ്. തെളിവിന്റെ പിമ്പലം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്, ആയത്തും ഹദീസും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്, ഇവർക്കെതിരെയുള്ള 100,000 തെളിവുകൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ മുന്നിൽ നിൽക്കാൻ പേടിക്കുന്നതും ഭയപ്പെടുന്നതും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീൻ നേർക്കുനേരെ പറയും, അതെത്തിച്ചു കൊടുക്കും. അത് ഒരു തരത്തിലുമുള്ള ഉദുറും നാളെ ആഖിറത്തിൽ പറയാനില്ലാത്ത വിധം ഞങ്ങൾ വിശദീകരിച്ചു കൊണ്ടേയിരിക്കും. ചില ആളുകൾ ചോദിക്കും, നിർത്തിക്കൂടാ. ഇത് മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനോട് മഅ്ദിറത്ത് പറയാൻ വേണ്ടിയാണ്, അള്ളാഹുവിനോട് മഅ്ദിറത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എത്തിച്ചു, ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉറക്കെ പറഞ്ഞു, പതുക്കെ പറഞ്ഞു, കരുത്തിൽ പറഞ്ഞു, ശബ്ദം കുറച്ചു പറഞ്ഞു. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, നൂഹ് നബി പറഞ്ഞില്ലേ, രാവും പകലും ഞാൻ വിളിച്ചു എന്ന്. രാവും പകലും ഞാൻ വിളിച്ചു, ഉറക്കയും പതുക്കെയും ഞാൻ വിളിച്ചു എന്ന് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഉറക്കയും പതുക്കയും രാവും പകലും മഴയത്തും വെയിലത്തും നമ്മൾ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ അവരൊരാൾ പോലും ഈ ലലാലത്തിൽ പെട്ടുപോകരുത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വാശി കൊണ്ട്, അതല്ലെങ്കിൽ വൈരാഗ്യങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ പിടിവാശി കൊണ്ട് പല ആളുകളും ഈ ലലാലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അവർക്കറിയാം യഥാർത്ഥത്തിൽ വിസ്റ്റം എന്ന വിഭാഗം അത് പിളർന്നു പോയതിനു ശേഷം അവരെ സംബന്ധിച്ച് അവർ ചെന്നുപെട്ടത് വലിയ ഗർത്തത്തിലാണ്. പല ആളുകളും കശ്ഫ് മന്ത്രവാദങ്ങളിൽപ്പെട്ടവരുണ്ട്, ലലാലത്തിൽ പെട്ടുപോയ ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു കയറാൻ അല്ലാഹു അവർക്ക് അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരായ വഴി, നേരിൻ്റെ മാർഗം കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഓരോരുത്തരും തയ്യാറാകണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്.